കാരണവർ വധക്കേസ് പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ്. കണ്ണൂർ വനിതാ ജയിലിലെ സഹതടവുകാരിയെ മർദ്ദിച്ചതിനാണ് കേസ്. ലഹരി കേസിൽ ജയിലിൽ കഴിയുന്ന നൈജീരിയ സ്വദേശിക്ക് നേരെയായിരുന്നു മർദ്ദനം. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, ഷെറിന് പുറത്തിറങ്ങാനുള്ള വഴി തെളിഞ്ഞിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കേസ് കൂടി വരുന്നത്. എന്താണ് സംഭവിച്ചത് അർജുൻ? അർജുൻ കല്യാട് കേൾക്കാമെങ്കിൽ, ഷെറിന് എല്ലാ വഴിയും തുറന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കേസ് അവസാന നിമിഷം എത്തുന്നത്. ഷെറിൻ പുറത്തിറങ്ങാതിരിക്കാനുള്ള ഒരു നീക്കമെന്ന നിലയിലും വേണമെങ്കിൽ അതിനെ കാണാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് അർജുൻ? അരുൺ, അതായത് ഈ മാസം 24-ാം തീയതിയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതായത് കണ്ണൂർ വനിതാ ജയിലിൽ വെച്ച് ഈ ഷെറിൻ്റെ സഹതടവുകാരിയായിട്ടുള്ള നൈജീരിയൻ സ്വദേശിക്ക് നേരെ, അവിടെ ഒരു ലഹരി കേസിൽ കഴിയുന്ന ഒരു നൈജീരിയൻ സ്വദേശിക്ക് നേരെ ഷെറിൻ്റെ ഒരു സഹതടവുകാരിയായിട്ടുള്ള സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ കേസിൻ്റെ FIRൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ 24-ാം തീയതി ഷെറിൻ്റെ സഹതടവുകാരിയും ആയിട്ടുള്ള സുഹൃത്തും ചേർന്ന് ഈ നൈജീരിയൻ സ്വദേശിക്ക് നേരെ ഒരു അക്രമം നടത്തി എന്നുള്ളതാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് നീക്കങ്ങൾ വിവിധ തലങ്ങളിൽ, സർക്കാർ തലത്തിൽ തന്നെ നടക്കുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഈ FIRൽ പറയുന്നത് 24-ാം തീയതി 7:45 മണിക്ക് വനിതാ ജയിലിൽ വെച്ച് പരാതിക്കാരി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് 1-ാം പ്രതി പരാതിക്കാരിയെ പിടിച്ച് തള്ളുകയും 2-ാം പ്രതി അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ FIRനകത്ത് സൂചിപ്പിക്കുന്നത്. അതായത് ഷെറിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സഹതടവുകാരിയും ചേർന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷെറിന് സമയം ശരിയല്ല എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പുറത്തേക്ക് വരാനുള്ള വഴി തെളിഞ്ഞിരുന്നപ്പോഴാണ് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗവർണറുടെ ടേബിളിലാണ് ഇപ്പോൾ ഈ വിടുതൽ അപേക്ഷയ്ക്ക് എതിർപ്പായിട്ടുള്ള ഒരു പരാതി കിടക്കുന്നത്. അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ കേസും കൂടെ വരുന്നത്.